ഹായ് ഗൈസ്, വീഡിയോ കാണാനായിട്ട് മുന്നേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്ന് നോമ്പൊക്കെ ആയില്ലേ, അപ്പോൾ നമുക്കൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ: സവോള, മല്ലിച്ചപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പില. പിന്നെ ഞാൻ ബീഫിൻ്റെ കട്ട്ലേറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീഫ് ഉരുളൻകിഴങ്ങ് ഒപ്പം വേവിച്ചെടുക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഉരുളൻകിഴങ്ങിൽ ആ ബീഫിൻ്റെ സ്റ്റോക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാവും. പിന്നെ നമുക്കെല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ള കാരണം ജസ്റ്റ് ഒന്ന് ഷാലോ ഒന്നായാൽ മതി. അപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളൂ. നമ്മൾ കയ്യോടെ ആക്കുമ്പോൾ അത് കയ്യുമ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഇത്തിരി വെളിച്ചെണ്ണ എടുത്തിട്ട് ഞാനൊന്ന് വഴറ്റിയത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള പൊടികൾ ഇട്ടിട്ടുണ്ടായിരുന്നു: മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇറച്ചി മസാല, കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറണ വരെ നമ്മൾ വഴറ്റി കൊടുക്കണം. അത് അടി പിടിക്കാതെ നോക്കണം കേട്ടോ. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. തീരെ ഓയിൽ ഇപ്പോൾ കാണില്ല. ഈ പൊടികളൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് നല്ലപോലെ വഴറ്റി വന്നപ്പോൾ ഞാൻ ബീഫ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആ ബീഫിലേക്ക് ഉപ്പും എരിവും പുളിയൊക്കെ പിടിക്കണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ അത് ആയി വരുമ്പോഴേക്കും ഞാൻ ഉരുളൻകിഴങ്ങിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ ഈ ടൈമിൽ നമ്മൾ ഉപ്പൊക്കെ നോക്കണം. ഞാനിവിടെ എരിവ് കുറവായിട്ടിട്ടുണ്ടായിരുന്നത്, മോനും കൂടിയും കഴിക്കണതുകൊണ്ട്. അപ്പോൾ നല്ല പോലെ ഇളക്കി കൊടുക്കണം. ഞാൻ ചൂടൊക്കെ ആയി കഴിഞ്ഞപ്പോൾ കയ്യോടെ നന്നായി പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം. ഞാൻ ബട്ടർ പേപ്പറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. പിന്നെ ബ്രെഡ് ക്രംസും മുട്ടയിലും ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ക്രംബ് ചെയ്ത് വെച്ചു. പിന്നെ അത് ഇതാക്കി